ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്റിക്. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, അതുപോലെ ഓളും പ്രസ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ക്ലാസ് 8-ന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റി എന്ന ചാപ്റ്ററിലെ നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എക്സസൈസ് 8.1. Add the following. Question number 1 പറഞ്ഞിരിക്കുന്നത് AB minus BC, BC minus CA, CA minus AB. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടത് ക്ലാസ് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? എപ്പോഴും ലൈക്ക് ടൈംസ് തമ്മിൽ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ലൈക്ക് ടൈംസ് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട്. നോക്കിയാൽ നമുക്ക് എ ബി മൈനസ് ബി സി എന്നാണ് ഫസ്റ്റ് ടൈം വന്നിരിക്കുന്നത്. എ ബി മൈനസ് ബി സി. സെക്കൻഡ് ടൈം നോക്കിക്കേ, ബി സി മൈനസ് സി എ ആണ് അല്ലെ? ബി സി മൈനസ് സി എ. ഈ ബി സി ഉള്ള ടൈം എവിടാണെന്ന് നോക്കണം നമ്മൾ. അപ്പൊ ബി സി ഇവിടെ ഉണ്ട് അല്ലെ? അതിന്റെ സിമ്പിൾ എന്താണ്? സിമ്പിൾ പോസിറ്റീവ് തന്നെ. ഇനിയോ സി എ ഉള്ള ടൈം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല, സി എ ഉള്ള ടൈം ഇല്ല. അപ്പൊ സി എ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സൈനും കൂടെ നമ്മൾ ഇടണം. അപ്പൊ എന്താണ്? നെഗറ്റീവ്, അതായത് മൈനസ് സി എ ആണല്ലോ. ഈ തേർഡ് ടൈം നോക്കിക്കേ, സി എ മൈനസ് എ ബി. സി എ എന്ന് പറയുന്ന ടൈം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, അതിവിടെ സിമ്പല് പോസിറ്റീവ്. മൈനസ് എ ബി. എ ബിയുടെ ടൈം ഉണ്ടോ എന്ന് നോക്കിക്കേ. ഉണ്ട്, ഇവിടെ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എ ബിയുടെ ടൈം അല്ലെ? അപ്പം എ ബി എന്ന് എഴുതുക. മാത്രം പോരാ, അതിന്റെ സിമ്പൽ എന്താന്ന് നോക്കണം, മൈനസ്. ഓക്കെ, ഇനി നമുക്കിത് ആഡ് ചെയ്യാം. നോക്കിക്കേ, പ്ലസും മൈനസും. സൈൻ എന്താണ്? സൈൻ രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഇത് ക്യാൻസൽ ആയി പോകും. സി എം കഴിഞ്ഞാൽ 0 കിട്ടും അല്ലെ? പ്ലസ് ബി സിയും കൂടെ ക്യാൻസൽ ആകും. അപ്പോഴും എന്താണ് കിട്ടുന്നത്? 0. പിന്നെയോ മൈനസ് എ ബിയും കൂടെ എന്താണ്? പ്ലസും മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എന്താണ്? 0. അപ്പൊ എന്താണ്? ബട്ട് ദ സം ഈസ് എന്താണ്? 0. കിട്ടിയില്ലേ? അപ്പൊ ഇതിനകത്ത് ഒന്നുമില്ല. ലൈക്ക് ടൈംസ് തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയും വേണം. ഓക്കെ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ടൈം എന്താണ് എഴുതിയിരിക്കുന്നത്? എ മൈനസ് ബി പ്ലസ് എ ബി. സെക്കൻഡ് ടൈം എന്താണ് എഴുതിയിരിക്കുന്നത്? ബി മൈനസ് സി പ്ലസ് ബി സി. ബി മൈനസ് സി. ബി ഉള്ള ടൈം എവിടെ നമുക്ക് കിടക്കുന്നത് നോക്കുക. ബി ഇത് ഇവിടെ കിടപ്പുണ്ട് അല്ലെ? സൈൻ എന്താണ്? സൈൻ ഒന്നും തരാത്തോണ്ട് എന്തായിട്ട് നമ്മൾ എടുക്കും? പോസിറ്റീവ് ആയിട്ട് എടുക്കും അല്ലെ? മൈനസ് സി. സി ഉള്ള ടൈം ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ സി ഇടുന്നതോടൊപ്പം തന്നെ സിയുടെ സിമ്പൽ, സിയുടെ സൈൻ എഴുതണം, മൈനസ് സി. ഓക്കെ, പ്ലസ് ബി സി. ബി സിയുടെ ടൈം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കത് ബി സി അങ്ങനെ തന്നെ എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, സി മൈനസ് എ. അതിൽ സിയും എയും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. സി ഉണ്ട്, സി ഇവിടെ നമുക്ക് കിടപ്പുണ്ട്. അപ്പൊ ആ സിയുടെ നേരെ തന്നെ എഴുതുക. സൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു അല്ലെ? പിന്നെയോ മൈനസ് എ അല്ല, മൈനസ് എ. ഇതിന് മൊത്തത്തിലുള്ളതാണ് ഈ സൈൻ എന്ന് പറയുന്നത്. അപ്പം എയുടെ ടൈമിൽ കൊണ്ട് എഴുതുക. എയുടെ നേരെ എഴുതുക. എയുടെ നേരെ എ എന്താണ്? മൈനസ് എ. ഓക്കെ, പ്ലസ് എ സി. പ്ലസ് എ സിയുടെ ടൈമും നമുക്ക് ഇവിടെ ഒന്നും ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പ്ലസ് എ സി മാറ്റി എഴുതുന്നു. ഓക്കെ ആയില്ലേ? അപ്പൊ ഇതിന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട? ആഡ് ചെയ്യുക അല്ലെ? എ സി അതുപോലെ തന്നെ നമ്മൾ എടുത്തെഴുതുന്നു, എ സി എന്ന് എഴുതുന്നു. ബി സി അതുപോലെ തന്നെ എടുത്തെഴുതുന്നു, പ്ലസ് ബി സി എഴുതുന്നു. സിയും കൂടെ നമുക്ക് എന്താണ്? ക്യാൻസൽ ചെയ്തു പോകും. അപ്പം 0 ആവുന്നു. പ്ലസ് എ ബി അതുപോലെ എഴുതുന്നു. ഈ മൈനസ് ബിയും പ്ലസ് ബിയും കൂടെ ക്യാൻസൽ ചെയ്തു പോകുന്നു. പിന്നെ എന്താണ്? എയും മൈനസ് എയും, അതായത് പ്ലസ് എയും മൈനസ് എയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുന്നു, 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. സം ഈസ് എന്താണ്? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. മനസ്സിലായില്ലേ എല്ലാം? ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ടൈം ഏതാണ് കൊടുത്തിരിക്കുന്നത്? 2p സ്ക്വയർ q സ്ക്വയർ മൈനസ് 3pq അല്ലേ? പ്ലസ് 4. സെക്കൻഡ് ടൈം നോക്കിക്കേ. 5 പ്ലസ് 7pq മൈനസ് 3p സ്ക്വയർ q സ്ക്വയർ.
അപ്പൊ എന്താണ് 5 എന്ന് പറഞ്ഞ നമ്പർ, അത് നമ്പർ എഴുതുന്ന ഇതുണ്ടോ നോക്കിക്കാൻ നമുക്ക് ഉണ്ട്. അപ്പൊ എന്താണ് +5. ഇനിയോ അടുത്ത ഏതാണ് 7PQ. PQ ഉൾപ്പെടുന്ന ടേം വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താണ് PQ, അതായത് +7PQ. പിന്നെയോ P² Q² അല്ലെ, 3P² Q². അതിന്റെ സിമ്പിൾ സൈൻ എന്താണ് -3P² Q². അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നു. ക്ലിയർ ആയില്ലേ? നോക്കിക്കേ, ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 5 + 4 എന്ന് പറയുമ്പോൾ 9 ആണ്. സിമ്പിൾ സൈന് പ്ലസ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ -3ഉം +7ഉം ആണ് അല്ലെ. -3ഉം +7ഉം ആകുമ്പോൾ സൈൻ രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം അല്ലെ. അപ്പൊ 7ഉം 3ഉം കൂടെ നോക്കുക. 7 3ഉം കൂടെ ആകുമ്പോൾ എത്രയാണ് 4 വരും അല്ലെ. 4 വരുമ്പോഴത്തേക്ക് വലുതിന്റെ സിമ്പിൾ ഏതാണ്? പ്ലസ് ആണ് അല്ലെ, പ്ലസ്. പിന്നെ ഇനി എന്തുവാണ് PQ അല്ലെ, വേരിയബിൾ PQ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ P² Q². അത് ആദ്യമേ എന്താണ് നമ്പർ ടൈം നമ്മൾക്ക് ചെയ്യാം. 3ഉം 3ഉം 2ഉം ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ സിമ്പൽ ഇടുക. അപ്പൊ എന്താണ് 3ൽ നിന്ന് 2 പോയ -1. പിന്നെയോ വേരിയബിള് P² Q². അത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അതായത് ആ വേരിയബിൾ ഉൾപ്പെടുന്ന ടേമിൽ തന്നെ വേണം നമ്മൾ എഴുതാനായിട്ട്. ലൈക്ക് ടൈം തമ്മിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. നോക്കാം. ഫസ്റ്റ് ടൈം കൊടുത്തിരിക്കുന്നത് നമുക്ക് L² + M². L² + M². അതുപോലെ തന്നെ എഴുതുന്നു. പിന്നെ നമുക്ക് സെക്കൻഡ് ടൈം എന്താണ് M² + N² ആണ്. അപ്പൊ M²ന്റെ അതിന്റെ നേരെ തന്നെ M² നമുക്ക് എഴുതാം. M². N² ഉണ്ടോ ഇവിടെ ഉണ്ടോ? ഫസ്റ്റ് ടൈമിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ N² മാറ്റി എഴുതുന്നു. പിന്നെയോ തേർഡ് ടൈം പറഞ്ഞിരിക്കുന്നതാണ് N² + L². N² ടൈം നമുക്ക് ഇവിടെ ഉണ്ട്. അതിന്റെ നേരെ തന്നെ N² എഴുതണം. പിന്നെയോ L²ന്റെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ നേരെ തന്നെ നമുക്ക് L² എഴുതാം. പിന്നെയോ +2LM ഇവിടെ ഇല്ല, അത് അതുപോലെ തന്നെ നമുക്ക് എടുത്തെഴുതാം. 2MN ഇല്ല, നമുക്ക് അതുപോലെ തന്നെ എഴുതാം. +2NL അതും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 3 ടേം തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, 2NL അപ്പം +2NL അതുപോലെ തന്നെ എഴുതുന്നു. +2MN അതുപോലെ തന്നെ എഴുതുന്നു. +2LM അതുപോലെ എഴുതുന്നു. ഇനി നോക്കിയാൽ ഇവിടെ N²ഉം ഇവിടെ ഒരു N² ഉണ്ട്. അപ്പൊ N² + N² എന്ന് പറഞ്ഞാൽ എന്താണ് 2N² അല്ലെ. പ്ലസ് M² + M², 2M². L² + L², 2L² ആണല്ലോ. നമുക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ എല്ലാം നമ്മള് 2 ഉണ്ട് അല്ലെ. ഇവിടെ എല്ലാത്തിലും നമുക്ക് 2 കിടപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് 2 നമുക്ക് വെളിയിലോട്ട് എടുക്കാം. ബാക്കി ബ്രാക്കറ്റ് വരുന്നതിന് 2 വെളിയിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഇവിടെ എത്രയാവും L². ഇവിടെയോ +M². ഇവിടെ N². അതുപോലെ തന്നെ ഇവിടെ LM പ്ലസ് ഇവിടെയോ MN, ഇവിടെയോ NL. ക്ലിയർ ആയില്ലേ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അഡീഷൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. അതായത് ലൈക്ക് ടൈം തമ്മിൽ ആഡ് ചെയ്യുക, ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അതുപോലെ അതിന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും അതിൽ ഓൾ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എങ്കിലേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി.